ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്ക് പടർന്നു കയറുന്ന വർഗീയതയുടെ കാട്ടുതീ ഇപ്പോ കേരളത്തിന്റെ കൊട്ടിയമ്പലത്തിലും വന്ന് തട്ടു തുടങ്ങിയിരിക്കുന്നു. കൊല്ലം ജില്ലയിൽ ആര്യങ്കാവ് പഞ്ചായത്തിലെ ഈ ഒരു പ്രദേശത്ത് അവിടെ ഒരു ക്രൈസ്തവ ദേവാലയമുണ്ട്. ആ ഒരു ദേവാലയം പൊളിക്കാനായിട്ട് വന്നിട്ടുള്ള ചില വീരന്മാരുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിട്ടുണ്ട്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അളിയാ? എന്റെ പണയടപാട് പോലെയല്ല എന്റെ അടിയടപാട്. അത് അതിന്റെ മുറയ്ക്ക് നടത്തിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ കേട്ടാ. ഇവന്റെ പേരിൽ എഫ്ഐആർ എടുത്ത് റിമാൻഡ് ചെയ്യണം. നിന്റെ പള്ളിയുടെ ഓണേഴ്സ് ഡീറ്റെയിൽസ് അതെ, രജിസ്ട്രേഷൻ പള്ളിയല്ല അത്. രജിസ്ട്രേഷൻ അല്ലാതെ നീ എന്തിനാ പള്ളി അടങ്ങുന്നതായിട്ട് കൂടിയ മതപരിവർത്തനം നടത്താൻ നീ എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടുന്നേ? ആരാ പ്രയർ നിർത്താൻ? ഇതിന്റെ ഞാൻ വേറെ പരാതി നിനക്ക് ഞാൻ വേറെ പരാതി കൊടുക്കുന്നുണ്ട്. ഈ പള്ളി രജിസ്ട്രേഷൻ പള്ളിയല്ല. നായിന്റെ മോനെ, ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ക്രിമിനൽ പോലും ഇത്രയും തരംതാഴ്ന്ന പ്രവൃത്തി ചെയ്യില്ല. ഏത് രജിസ്ട്രേഷൻ പള്ളി? ഇവരുടെ പെണ്ണുപിടിയാണ് കൊണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള സൂക്കറുണ്ടോ? ഇങ്ങനെയുള്ള സൂക്കറുണ്ടോന്ന്? എന്താ സൂക്കറിനെ നീ മാറ്റി തരും? വേണ്ടി വരും, മാറ്റേണ്ടി വരും, മാറ്റേണ്ടി വരും. അല്ല, ചെറ്റവർത്താനം പോരല്ലേ, മനസ്സിലായോ? ഓ, ഇനി ഇത് ആവർത്തിക്കരുത്. നല്ല രാജ്യത്തെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം നല്ല യുവാക്കൾ പള്ളി പൊളിക്കും പോലും. ഇവൻ ആരാണ് പള്ളി പൊളിക്കാൻ? ഒന്നും പറയണ ശിവണ്ണ, ഒരു ഗതിയും പരഗതി ഇല്ലാണ്ടാവുമ്പോഴാണല്ലോ ഇതൊക്കെ തുടങ്ങണത്. ഇവനിക്ക് ആരാണ് അധികാരം കൊടുക്കുന്നത് പള്ളി പൊളിക്കാൻ? ഇത് ഭരിക്കുന്നത് BJP ആ? കേരളം ഭരിക്കുന്നത് BJP ആണോ അതോ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണോ? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ചോദിച്ചാ. എന്താ ശരിയല്ല മാവാ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? ശരിയാ. അപ്പൊ ഇന്ന് ഇവിടെ അനധികൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ഇവന്മാരാരാ ഈ നാറികൾ? പറ്റിപ്പോയടാ, വേണ്ട നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. ഇവന്മാരാരാണ് ഈ ചെറ്റകൾ? ആ പള്ളി 60 വർഷമായിട്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. എടാ, നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അവരത് പുതുക്കി പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തകർ അവിടെ എത്തുമ്പോഴാണ് ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധർ, കാരണം അവൻ പറയുന്നുണ്ട് ഇവനെ പോലുള്ള പെണ്ണുപിടിയന്മാരാണോ ഇവിടെ കൊണ്ടുവരുന്നതെന്ന്. ഇവനൊക്കെ ഭയങ്കര ഡീസന്റ് ആണല്ലോ അല്ലെ? ഇത് കേരളത്തിലാണ്. ഈ BJP എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരം പോലും ഇല്ലാഞ്ഞിട്ട് ഇതുപോലത്തെ തെമ്മാടിത്തരങ്ങളാണ് ഇവന്മാര് കാണിക്കുന്നതെങ്കിൽ ഇനി അധികാരം കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും ഒരു മെമ്പറെ കേരളത്തിൽ നിന്ന് എടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലപ്പുറമായിരിക്കും ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹം, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അനുഭവിക്കാൻ പോകുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ കാസ വിഭാഗം പിന്നെ ക്രൈസ്തവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കടന്ന് കുരയ്ക്കുന്നതാണല്ലോ. ഈ കുരച്ച ഇവനെയൊന്നും ഈ പറയുന്ന പരിപാടിക്കൊന്നും കണ്ടില്ലല്ലോ. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. അങ്ങനെ പല വേഷമാണ്. ഒടുക്ക അതേ സ്ഥലത്ത് വീട്ടുകാരെത്തുമ്പോ നമ്മൾ സുന്ദരനായി മാറുകയും ചെയ്യും. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് ചില അത്യാവശ്യം ഉണ്ട്.